തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്, 4 വർഷം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അജയൻ കെ മേനോനാണ് ഇത്തവണ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് നമസ്കാരം. നമസ്കാരം. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ ഉടനെ പ്രഖ്യാപനം ഉണ്ടാവും. ഇത്തവണ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയാക്കിയോ? എന്നാണ് അതിന്റെ പ്രഖ്യാപനം എന്ന് സംബന്ധിച്ച്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ടാണല്ലോ മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ സീറ്റ് ധാരണകളെല്ലാം പൂർത്തീകരിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം തന്നെ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, ഈ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടായ 5 വർഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ ഈ 5 വർഷത്തിൽ അവകാശപ്പെടാവുന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാം. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് റോഡ്, പാലം ഇത് മാത്രമായിരുന്നില്ല. റോഡ്, പാലമെല്ലാം കേവലം പശ്ചാത്തല വികസനത്തിൽ മാത്രമാണ്. ഞങ്ങൾ ഊന്നൽ നൽകിയത് റോഡ്, പാലം ഇതെല്ലാം നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ മനുഷ്യരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രാദേശിക സാമ്പത്തിക വികസനം, അതുപോലെ തന്നെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വനിതകൾ, ഇങ്ങനെ ഓരോ മേഖലയിലുമുള്ള പ്രത്യേകമായ വികസനവും അവരുടെ സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കാൻ, അവരുടെ മാനസികോല്ലാസത്തെ, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കൂടിയാണ് വികസനത്തെ ഒരു പൊതുവായ വികസനമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ മലരിക്കൽ ടൂറിസം പദ്ധതി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ലോക ഭൂപടത്തിൽ ഇടപെടുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലൊത്ത് ഒരുപാട് ഇടപെടലുകൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട സാറിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ മലരിക്കൽ ടൂറിസത്തിന്റെ ഇനിയുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? മലരിക്കൽ തിരുവാർപ്പിൻ്റെ ഒരു വലിയ സാധ്യതയാണ്. യഥാർത്ഥത്തിലത് കോട്ടയത്ത് നടന്ന മീനച്ചിലാർ, മീനന്തലയാർ, കുടൂരാർ പുനഃസംയോജന പദ്ധതി എന്നതിൻ്റെ അഡ്വക്കേറ്റ് അനിൽകുമാർ കൺവീനറായിട്ടുള്ള ആ കൂട്ടായ്മയുടെ 2018 പ്രവർത്തനത്തിലാണ് പ്രാദേശിക ടൂറിസം വികസന കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക എന്നുള്ള ഒരു പ്രോജക്റ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലരിക്കലിനെ കണ്ടെത്തുന്നത്. മലരിക്കൽ 2018 മുമ്പ് ആമ്പലുണ്ടായിരുന്നു. പക്ഷേ ആമ്പലിനെ ഒരു ടൂറിസം പ്രോഡക്റ്റ് ആക്കി മാറ്റാമെന്ന് തെളിഞ്ഞത് ഇവരുടെ ഇടപെടലിൻ്റെ ഭാഗമാണ്. അതിനെ തുടർന്ന് അതിന് ആവശ്യമായ പ്രചരണങ്ങൾ ഏറ്റെടുത്തു. വൻതോതിൽ ഇന്ന് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഒരു പ്രത്യേക സീസണിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരു കേന്ദ്രമായി മലരിക്കലിനെ വികസിപ്പിക്കാൻ കഴിയും. മലരിക്കൽ ടൂറിസത്തിൻ്റെ പ്രത്യേകത അവിടെ ഉണ്ടാകുന്ന മുഴുവൻ വരുമാനവും പ്രദേശവാസികൾക്കുള്ളതാണ്. അപ്പോൾ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ ഏറ്റവും ഉത്തമമായ മാതൃകയായി മലരിക്കൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഈ വർഷം അവിടെ 220 വള്ളങ്ങളിലാണ് വരുന്ന സഞ്ചാരികളെ ആമ്പൽ കാണിക്കാൻ കൊണ്ടുവരുന്നത്. ഒരു വള്ളത്തിന് ശരാശരി 7,000-8,000 രൂപയാണ് ഒരാൾക്ക് പ്രതിദിന വരുമാനം കിട്ടുന്നത്. ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ 5 കോടിയിലേറെ രൂപയുടെ വരുമാനം ഈ വർഷം മലരിക്കൽ പോലൊരു പ്രദേശത്ത് ലഭ്യമായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിൽ വള്ളം ഓടിക്കുന്നവരുണ്ട്, അവിടെ പൂ വിൽക്കുന്ന കുടുംബശ്രീയുടെ സ്ത്രീകളുണ്ട്, അവിടെ ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഈ ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കുന്ന പ്രാദേശികമായ ഭക്ഷണ വിഭവങ്ങൾ കൊടുക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്, ഒറ്റയ്ക്ക് നടത്തുന്നുണ്ട്, സംരംഭങ്ങളുണ്ട്. ഇവരുടെ എല്ലാം വരുമാനം. അതിനേക്കാളൊക്കെ ഉപരിയായി അവിടെ പാർക്കിങ്, ഇതെല്ലാം വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാക്കി. ഇത് കണ്ടുകൊണ്ട് തന്നെ ആ പ്രദേശത്തിൻ്റെ വികസനം ലക്ഷ്യമാക്കി നമ്മൾ ബഹുമാനപ്പെട്ട കേരളത്തിലെ ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ്റെയൊക്കെ അടുത്ത് ഈ വിഷയം നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നബാർഡിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപയുടെ ഒരു അതിമനോഹരമായ റോഡ് 5 കോടി രൂപ ചെലവിലൂടെ നിർമ്മിച്ചു. ഈ വർഷം സഞ്ചാരികൾ എത്തിയപ്പോൾ അവർക്ക് പാർക്കിങ്, മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വളരെ ഫലപ്രദമായി ഇടപെടാൻ കഴിയും. അങ്ങോട്ടുള്ള പ്രധാന പ്രവേശന കവാടമായ കാഞ്ഞിരം പാലം കുറേ കാലമായി ഗതാഗത അറ്റകുറ്റപ്പണി നടത്താറുണ്ട്. അവിടെ 38 ലക്ഷം രൂപ മുടക്കി കാഞ്ഞിരം പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ചു. മറ്റൊന്ന് കാഞ്ഞിരം കവല മുതൽ കാഞ്ഞിരം വരെയുള്ള റോഡ് BMBC നിലവാരത്തിലാണെങ്കിലും കുറെക്കൂടി വീതി കൂട്ടി, കുറേക്കൂടി വാഹനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ റോഡ് മാറ്റാൻ 2.5 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ട് അനുവദിച്ച് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കൊടുത്തു. പശ്ചാത്തല വികസനത്തിൽ അവിടെ കുറേയേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി, മലരിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാവി എന്നുള്ളത്
മല്ലരിക്കൽ ആമ്പൽ കാണുക മാത്രമല്ല, തിരുവാർപ്പ് പഞ്ചായത്തിന് കനാൽ ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട്. പഴുക്കാനല കായൽ മല്ലരിക്കലിനോട് ചേർന്ന് കിടക്കാം. സംസ്ഥാന ഗവൺമെൻറ് 108 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രളയരഹിത തിരുവാർപ്പ്, പ്രളയരഹിത കോട്ടയം. അതിൻ്റെ ഭാഗമായി പഴുക്കാനല കായൽ ശുചീകരിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയാണ്. അവിടെ നിന്ന് ശേഖരിക്കുന്ന എക്കലും മണ്ണും തിരുവായിക്കരി ജയബ്ലോക്ക് പാടശേഖരങ്ങളുടെ പുറമണ്ട് 8 മീറ്റർ വീതിയുള്ള പുറമണ്ട് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ ഈ മല്ലരിക്കലെത്തുന്ന സഞ്ചാരികൾക്ക് നേരിട്ട് കായൽ വാഹനത്താൽ ചെന്ന് കാഴ്ച കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ഒരു അടുത്ത ഒരു ഘട്ടത്തിലൂടെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മല്ലരിക്കൽ കുമരകത്തേക്കാൾ കൂടുതൽ സാധ്യതകളുള്ള ഒരു പ്രദേശമാക്കി വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മികച്ച പഞ്ചായത്തിന്റെ അവാർഡ് 3 തവണ തുടർച്ചയായി കരസ്ഥമാക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് അതിന്റെ ഈ സംവിധാനത്തിലേക്ക്, അതായത് ഇങ്ങനെ 3 തവണ അടുപ്പിച്ചേക്ക് അവാർഡ് നേടാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിയത്? സ്വരാജ് ട്രോഫി അവാർഡിന് വേണ്ടി ഗവൺമെന്റ് കൃത്യമായ മാനദണ്ഡങ്ങൾ, ഏകദേശം 250ഓളം ചോദ്യാവലികളാണ് അവാർഡ് മാനദണ്ഡമായി അവർ പരിശോധിക്കുന്നത്. ഓരോ 250 ചോദ്യാവലികൾക്ക് ഉള്ള മാർക്ക് ഇട്ട് അതിൽ എത്ര എണ്ണത്തിനാണെന്നനുസരിച്ചാണ് മാർക്ക് ഇടുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഘടകം. തനത് വരുമാനം വർദ്ധിപ്പിക്കുക. പഞ്ചായത്ത് വളരെ തിരുവാർപ്പ് പഞ്ചായത്ത് നമുക്കറിയാം സാമ്പത്തികമായി വലിയ സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു പഞ്ചായത്താണ്. പക്ഷേ നമുക്കിവിടെ ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് വീടുകളുടെ വസ്തുക്കരം മാത്രമാണ്, വസ്തുനികുതി മാത്രമാണ്. അപ്പോൾ വീടുകളുടെ നികുതി കൃത്യമായി പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ജാഗ്രതയോടെ ഭരണസമിതിക്കിടയുകയും 14 വാർഡുകളിൽ തുടർച്ചയായി 100% നികുതി സമാഹരണം നടത്താൻ കഴിയും. മൊത്തം നികുതി സമാഹരിക്കേണ്ടതിന് 98.5% നികുതി പിരിക്കാൻ കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പദ്ധതി പണം ചെലവാക്കുന്ന കാര്യത്തിൽ 100% പദ്ധതി പണം ചെലവാക്കാൻ കഴിഞ്ഞു 3 വർഷക്കാലം. അതായത് ആവിഷ്കരിച്ച മുഴുവൻ പദ്ധതികൾ ഏറ്റെടുത്ത് പൂർണ്ണമായി പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു ഘടകമാണ്. മറ്റൊന്ന് ഓരോ മേഖലയിലുള്ള പഞ്ചായത്തിൻ്റെ ഇടപെടലാണ്. അതിൽ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ശ്രദ്ധിക്കപ്പെടുന്ന കുറേ പ്രവർത്തനങ്ങൾ നടത്തി. ആധുനിക നിലവാരത്തിലുള്ളൊരു MCF സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ മുഴുവൻ വീടുകൾ 100% വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന ഒരു വലിയ സംവിധാനം. അതിൽ ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. ആദ്യകാലത്തൊക്കെ ചില എതിർപ്പുണ്ടായെങ്കിലും വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് വീടുകളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണമെന്ന് നിയമം ഉണ്ടായത്. പക്ഷേ നിയമം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വ്യാപകമായ ബോധവൽക്കരണത്തിലൂടെയും ശക്തമായ ഇടപെടലിലൂടെയും തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന് അജൈവ മാലിന്യ ശേഖരണത്തിന് 100% എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. അങ്ങനെ അതുപോലെ തന്നെ സംരംഭങ്ങൾ, കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ഒരു ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ്. ടാർഗറ്റിനേക്കാൾ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങി. അങ്ങനെ ഈ ഓരോ മേഖലയിലും വിഷയാധിഷ്ഠിത മേഖലകൾ പരിശോധന നടത്തി നൽകിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ 1ാം സ്ഥാനത്ത് നമുക്ക് തുടർച്ചയായി എത്താൻ കഴിഞ്ഞത്. മലരിക്കൽ ടൂറിസം പദ്ധതി മാറ്റി നിർത്തിയാൽ നമുക്ക് എടുത്തു പറയാവുന്ന എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് വിശദീകരിക്കാൻ പറ്റും? ഒന്ന്, മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്താൻ പാലിയേറ്റീവ് രംഗത്ത് 256 പാലിയേറ്റീവ് രോഗികളാണ് ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിലുള്ളത്. അതിൽ 136 രോഗികൾക്ക് കൃത്യമായി ഹോം കെയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കാവശ്യമായ മരുന്ന്, അവർക്കാവശ്യമായ മറ്റ് സൗകര്യങ്ങൾ, ഉദാഹരണത്തിന് ഉപകരണങ്ങൾ വന്ന ഡയപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റാവശ്യങ്ങളെല്ലാം കൃത്യമായി അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ കൃത്യമായൊരു പരിചരണം അതിൻ്റെ ഭാഗമായി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞുള്ള ഒരു കാര്യം. ഞാൻ മുമ്പ് പറഞ്ഞൊരു ആധുനിക നിലവാരത്തിലുള്ള MCF തിരുവാർപ്പിൽ സ്ഥാപിച്ചത് ചെറിയ കാര്യമല്ല. മറ്റൊന്ന്, വനിതകളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വനിതകളുടെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിളർച്ച. ആ വിളർച്ച പരിഹരിക്കുന്നതിന് 12+ എന്ന പേരിൽ അവരുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് 12 ആക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. വളരെ ഫലപ്രദമായി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കി സ്ക്രീനിങ് നടത്തി ആവശ്യമായ മറ്റ് മുന്നോട്ട് പോയി. ആ പദ്ധതിയുടെ മറ്റൊരു പതിപ്പാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തുന്ന വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. സംസ്ഥാന വകുപ്പ് അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് മുമ്പ് ആദ്യമായി അങ്ങനെ പദ്ധതി ആവിഷ്കരിച്ച പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. മറ്റൊന്ന്, തിരുവാർപ്പ് പഞ്ചായത്തിൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വലിയ ഒരു പ്രശ്നമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പരിസ്ഥിതി സംരക്ഷണവും
ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം പുറത്തേക്കുള്ള കുറച്ചെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട. അതുകൊണ്ട് നെറ്റ് സീറോ കാർബൺ ജനങ്ങളിലൂടെ എന്നുള്ള സംസ്ഥാന ഗവൺമെന്റ് പദ്ധതി കോട്ടയം ജില്ലയിൽ നടപ്പാക്കുന്ന 8 പഞ്ചായത്തുകളിലൊന്ന് തിരുവാറൂർ പഞ്ചായത്ത്. അതിന്റെ ഭാഗമായിട്ടാണ് മാലിന്യ സംസ്കരണവും തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം വന്നത്. മറ്റൊന്ന് ഏറ്റവും നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനമായ ലോക്കൽ ആക്ഷൻ പ്ലാൻ ക്ലൈമറ്റ് ചേഞ്ച്, ലാപ്സിസി. ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും ഫലപ്രദമായി ഒരു വർഷക്കാലം കിലയുടെ സഹായത്തോടെ പഠനം നടത്തി. അതിനടിസ്ഥാനത്തിൽ സമഗ്രമായി തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 30 വർഷത്തെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒരു സമഗ്രമായ പഠനം നടത്തി. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ക്ഷീരകർഷകർ, അതുപോലെ വിവിധ മേഖലകളിലുള്ളവരെല്ലാം ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടത്തി ഒരു സമഗ്രമായ പദ്ധതി, ഒരു ലാപ്സിസി തയ്യാറാക്കി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഭിന്നശേഷി മേഖലയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സംസ്ഥാനത്താദ്യമായി ഒരു ദുരന്തഘട്ടത്തിൽ നമ്മുടെ ഭിന്നശേഷി സമൂഹത്തെ എങ്ങനെ കൈപിടിച്ചുയർത്താം എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു പരിശോധന നടത്തി 468 ഭിന്നശേഷിക്കാരാണ് തിരുവാർപ്പുള്ളത്. ഈ ഭിന്നശേഷിക്കാരുടെ ജീവിതാവസ്ഥ എന്ത്, അവർക്ക് എന്ത് പദ്ധതി കൊടുക്കണം, അവരെ എങ്ങനെ പൊതുമണ്ഡലത്തിൽ ചേർക്കാൻ സംബന്ധിച്ച് ഒരു സമഗ്രമായ പദ്ധതി തയ്യാറാക്കി, പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. മറ്റൊന്ന് വയോജന സംരക്ഷണം. ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയൊരു മേഖലയാണ്. വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വയോ ക്ലബ്ബ് തിരുവാർപ്പിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് കഴിഞ്ഞ 3 വർഷമായി. നമ്മുടെ വീടുകളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ തന്നെ മറ്റ് ഇതുള്ള വയോജനങ്ങൾക്ക് പകൽ സമയത്ത് ഒന്ന് ഒത്തുകൂടാൻ ഇടം. രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്നവർക്ക് രാവിലത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകുന്നേരം ചായ ഉൾപ്പെടെ 5 മണിയാകുമ്പോൾ തിരിച്ചു പോവുക. അവിടെ ഒരു കെയർ ഗീവറെ വെക്കുന്നുണ്ട്. അവിടെ ആരോഗ്യ പ്രവർത്തകരുമായി പരിശോധന നടത്തുന്നുണ്ട്. ഷുഗർ, പ്രഷർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന നടക്കുന്നുണ്ട്. പകൽ സമയത്ത് ഈ വയോജനങ്ങൾക്ക് വീടുകളിൽ ഒറ്റപ്പെടുന്നത് ഇവർ അവരുടേതായ ഒരു ലോകത്ത് ചെയ്യും. അവർക്കവിടെ TV കാണാം, പത്രം വായിക്കാം, ക്യാമറ, അതായത് നമുക്ക് മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടാം. അങ്ങനെയുള്ള വയോ ക്ലബ്ബിൽ ഒരെണ്ണം നന്നായി നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിച്ചു. മറ്റ് വാർഡുകൾ വിപുലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലുമായി 50 വയോജനങ്ങൾക്ക് ഒന്നെന്ന ക്രമത്തിൽ 72 വയോജന അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു. വയോജന അയൽക്കൂട്ടങ്ങൾ വേറൊന്നുമില്ല, എല്ലാ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം അവരെല്ലാം കൂടെ കൂടുന്നു. അവർ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞു അവരുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുക. വയോജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഒറ്റപ്പെടലുണ്ട്, മറ്റൊന്ന് അവരുടെ മാനസിക ആരോഗ്യം, സാമ്പത്തിക ശേഷിയുടെ കുറവുണ്ട്. ഇതെല്ലാം ഭാഗമായി ഉണ്ടാകുന്ന പല പിരിമുറുക്കങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അതിജീവിക്കാൻ ഇവരുടെ കൂട്ടായ്മയ്ക്ക് കഴിയും. വളരെ നന്നായി നടത്താൻ കഴിയും. അവിടെ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വർഷം 450 വയോജനങ്ങളുമായി ഉല്ലാസയാത്ര. കഴിഞ്ഞ പ്രാവശ്യം 300 വയോജനങ്ങൾ പങ്കെടുക്കുന്ന രീതിയിൽ ജലമട്ടം ഉൾപ്പെടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ് അവർക്ക്. ആ രീതിയിലുള്ള വയോജന മേഖലയിൽ പ്രത്യേകമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ്. സ്ത്രീകളുടെ മേഖലയിൽ സ്ത്രീകളുടെ വ്യായാമ പരിശീലനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ രൂപത്തിൽ വെൽനസ് സെൻ്ററുകൾ തിരുവാർപ്പിൽ നല്ല രീതിയിൽ വെൽനസ് സെൻ്റർ നടക്കുന്നുണ്ട്. രാവിലെ മുതൽ പ്രവർത്തനമുണ്ട്. അവിടെ ട്രെയിനറുണ്ട്. ചെങ്ങളത്തിൽ ഒരെണ്ണം ആരംഭിച്ചു, കാഞ്ഞിരത്തിൽ ഒരെണ്ണം ആരംഭിച്ചു. പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ ഇതുപോലെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് വ്യായാമ കുറവുകൾ, ട്രെഡ്മിൽ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കൊടുത്ത് വനിതാ സംരക്ഷണം. മറ്റൊന്ന് വനിതകളെ സംരംഭകരാക്കാനുള്ള പ്രവർത്തനം. വനിതകളെ സംരംഭകരാക്കാനുള്ള പ്രവർത്തനത്തിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് മികച്ച രീതിയിലുള്ള സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങാൻ വലിയ പിന്തുണ നൽകുകയും വനിതകൾ ആ രംഗത്ത് നല്ല രീതിയിൽ കുടുംബശ്രീയുടെ കൂടെ പ്രവർത്തനത്തോടെ ഇടപെടാൻ കഴിഞ്ഞു. പിന്നെ റോഡുകളുടെ കാര്യം നോക്കിയാൽ ഇന്ന് തിരുവാർപ്പ് പഞ്ചായത്തിൽ ഈ ഭരണസമിതിയുടെ കാലയളവ് എത്തുമ്പോൾ 95% റോഡുകളുടെയും പണി പൂർത്തീകരിച്ചു എന്ന്. അത് ഇടതുപക്ഷ വലതുപക്ഷ അല്ല പ്രതിപക്ഷ വ്യത്യാസമൊന്നുമില്ല. പഞ്ചായത്ത് പരാജയ ചട്ടപ്രകാരം പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല, ഭരണസമിതിയാണുള്ളത്. 18 പേരും ഒരു ഭരണസമിതി, അവിടെ പ്രതിപക്ഷ നേതാവോ ഇല്ല. അതാണ് പഞ്ചായത്ത് രാജിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ 18 വാർഡുകൾക്ക് ഒരുപോലെ പരിഗണന കൊടുത്തു. അവിടെ ഏതെങ്കിലും ഭരണത്തിലിരിക്കുന്ന പ്രസിഡന്റിൻ്റെ കക്ഷിയല്ല എന്നുള്ള രീതിയിൽ എല്ലാവർക്കും തുല്യ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട്, അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതി, MLA ഫണ്ട്, MP ഫണ്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് തിരുവാർപ്പിൽ നമുക്ക് ഏത് റോഡിലൂടെ സഞ്ചരിച്ചാലും എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ പശ്ചാത്തല വികസനത്തിൽ അക്കാര്യത്തിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ കാലത്തില്ലാത്ത രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിന് ഞങ്ങൾ ചെയ്തൊരു പ്രവൃത്തി, പഞ്ചായത്തിൻ്റെ റോഡ് മെയിൻ്റനൻസ് ഫണ്ട് എന്ന് പറഞ്ഞ് വളരെ പരിമിതം. കേവലം 8 ലക്ഷം രൂപയായിരുന്നു ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ പഞ്ചായത്തിന് ആകെ കിട്ടുന്ന റോഡ് മെയിൻ്റനൻസ് ഫണ്ട്. അതിന്
ആസ്തി കാലികമാക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചെയ്യും. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ റോഡുകൾ മുഴുവൻ ആസ്തിയിൽ ഉൾപ്പെടുത്തി വന്നപ്പോൾ ആസ്തി അപ്ഡേറ്റ് ചെയ്യുകയും ആ ട്രാക്ക് സംവിധാനം മുഖേന അത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ 8 ലക്ഷം എന്നുള്ളത് 197 ലക്ഷം, 1,97,00,000 രൂപയായി പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഫണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ പണം കിട്ടിയതോടുകൂടി നമ്മുടെ ഇവിടുത്തെ ഗ്രാമീണ റോഡുകൾ റീടാറിങ് എന്നുള്ള ജോലി പൂർണ്ണമാക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് പശ്ചാത്തല വികസനത്തിൽ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുമ്പോഴും നമ്മുടെ PHCയെ സംബന്ധിച്ച് സൈബർ ഹെൽത്ത് ഇത് സംബന്ധിച്ച ചില ആശങ്കകളും ചില പ്രശ്നങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. PHCയുടെ സ്ഥലപരിമിതി, മറ്റ് പ്രശ്നങ്ങൾ, അതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടോ? PSC പ്രവർത്തിക്കുന്ന കെട്ടിടം സ്ഥലപരിമിതി ഉണ്ടെന്നുള്ള വിമർശനം ശരിയായ വിമർശനം തന്നെയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് സഹായത്തോടെ ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അതിന് കണ്ടെത്തിയ ഭൂമി എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണത്തിന് യോജ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വന്ന് പരിശോധിച്ച് ഭൂമി പരിശോധന നടത്തി കഴിഞ്ഞപ്പം കണ്ടെത്തിയത്. ചീഫ് ആർക്കിടെക്റ്റ് അടക്കം വന്നു. അങ്ങോട്ട് വണ്ടി കയറാനുള്ള ആംബുലൻസ് സൗകര്യമില്ല തുടങ്ങിയ പരിമിതികളുള്ളതുകൊണ്ട് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ കെട്ടിട നിർമ്മാണത്തിലുള്ള പ്രവർത്തനം നടത്തുകയാണ്. 1 വർഷത്തിലുള്ള ഒരു കെട്ടിടം പൂർത്തീകരിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ് 1.5 കോടി രൂപ അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഫണ്ടുകൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു PSC പ്രവർത്തിക്കാൻ ആവശ്യമായ കെട്ടിട നിർമ്മാണത്തിലേക്ക് എത്തും. കുമ്മനത്ത് 55 ലക്ഷം രൂപയ്ക്ക് ഒരു സബ് സെൻറ്റർ പണിയാനുള്ള നടപടിയെടുത്തു. മുൻ വൈസ് പ്രസിഡന്റായ ശ്രീ നാസർ ചാത്തൻകുട്ടുമാലി അദ്ദേഹം 5 സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകി 55 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. അതിൻ്റെ സമ്മതപത്രമെല്ലാം ഒപ്പിട്ട് ഭൂമി പഞ്ചായത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുമ്മനത്ത് ഒരു സബ് സെൻറ്റർ അവിടെ കെട്ടിടപണി പൂർത്തി. 55 ലക്ഷം രൂപയാണ് കേന്ദ്ര ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. പിന്നെ പഞ്ചായത്തിൻ്റെ ഹെൽത്ത് സെൻറ്ററിൽ ഈ സൗകര്യങ്ങൾ കുറവാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ 5 വർഷക്കാലത്തെ കണക്കെടുക്കുമ്പോൾ പഞ്ചായത്ത് ഹെൽത്ത് സെൻറ്ററിൽ വരുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഞാൻ പ്രസിഡന്റായി ചുമതലയെടുക്കുന്ന ആദ്യ HMC യോഗത്തിൽ പരിശോധിച്ചപ്പോൾ ശരാശരി 30-40 രോഗികളാണ് പ്രതിദിനം അവിടെ എത്തിയിരുന്നത്. ഇപ്പോൾ ശരാശരി 150 മുതൽ 200-നടുത്ത് വരെ രോഗികൾ ഒരു ദിവസം പഞ്ചായത്തിൽ എത്തുന്നുണ്ട്. പഞ്ചായത്തിൽ രോഗികളുടെ എണ്ണം കൂടിയോണ്ടല്ല, ഈ കേന്ദ്രത്തെ ആശ്രയിക്കുന്ന PSRനെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി. കാരണം അവിടെ സാധാരണ ഒരു രോഗമായി എത്തുന്ന എല്ലാവർക്കും ആവശ്യമായ എല്ലാ മരുന്നുകളും ഉറപ്പാക്കുന്നു. പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ ഒരു വർഷം മരുന്ന് വാങ്ങാൻ വേണ്ടി മാത്രം. 2 ഡോക്ടർമാർ ഇപ്പോൾ അവിടെ ഉണ്ട്. നേഴ്സുമാരുടെ സേവനമുണ്ട്. എല്ലാ സൗകര്യങ്ങളിലും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ആധുനിക സൗകര്യമുള്ള ഒരു ലബോറട്ടറി ഈ ഭരണസമിതി 8 ലക്ഷം രൂപ മുടക്കി അവിടെ മനോഹരമായ ഒരു ലബോറട്ടറി തുടങ്ങുകയും ആ ലബോറട്ടറിയുടെ സൗകര്യം ഇപ്പോൾ നന്നായി അവിടെ ഉപയോഗിക്കും. കോവിഡ് കാലത്ത് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും PSR ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ 15 ലക്ഷം രൂപയാണ് ഒരു വർഷം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ഡയബറ്റിക്, പ്രമേഹം, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗികൾക്കുള്ള മരുന്നുകളെല്ലാം സൗജന്യമായി ഈ ഫണ്ടിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തുന്ന രോഗികൾക്ക് കെട്ടിടം മോശമാണെന്ന് പറഞ്ഞാൽ പോലും എല്ലാ പരിചരണവും മികച്ച രീതിയിൽ 2 ഡോക്ടർമാരുടെ സേവനം കിട്ടത്തക്ക രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനം വികസിപ്പിച്ചു എന്നുള്ളതാണ് അവിടെ നടത്തിയ പ്രവർത്തനം. അതുകൊണ്ട് സേവനം നന്നായി ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് നേരിടുന്നത് ഇരുവാർപ്പ് പഞ്ചായത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് വെള്ളപ്പൊക്കമാണ്. ഈ വെള്ളപ്പൊക്കത്തിനെ നിയന്ത്രിക്കാൻ ഇതുവരെ നമ്മളെ സംബന്ധിച്ച് വലിയ പദ്ധതികൾ ആവശ്യമാണ്. എങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള പ്രവർത്തനം നടക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. വെള്ളപ്പൊക്കം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ഇരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് അപ്പർ കുട്ടനാട് മേഖലയാണ്. പ്രളയം ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഒരു 80% വീടുകളിലും വെള്ളം കയറി. ഇത് പ്രധാനപ്പെട്ട പ്രശ്നം കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഫലപ്രദമായി വേമ്പനാട്ടുകായലിലേക്ക് ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ്. മീനച്ചിലാറ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വന്ന് 7 കൈവഴികളായിട്ടാണ് നമ്മുടെ വേമ്പനാട്ടുകായലിൽ ചെന്ന് പതിക്കുന്നത്. അപ്പം അത് മുൻനിർത്തിയാണ് പ്രളയരഹിത കോട്ടയം, പ്രളയരഹിത തിരുവാർപ്പ് എന്നുള്ള ആശയത്തിലാണ്. അതും മുമ്പ് സൂചിപ്പിച്ച മീനച്ചിലാർ കൊടുൂരാർ അവർ ആ ജനകീയ കൂട്ടായ്മ ഉയർത്തിയൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ജനകീയമായി തിരുവാർപ്പിലെ കുറേയേറെ
തോടുകൾ തെളിച്ചു. ഈ മണൽവാരലില്ലാതായത്, എക്കൽവാരലില്ലാതായതോടുകൂടി തോടുകളുടെ ആഴം കുറഞ്ഞു. അതുകൊണ്ട് ജലം സുഗമമായി വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിപ്പോകുക. അതിനെ കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന് എല്ലാ വർഷത്തെയും വാർഷിക പദ്ധതിയിൽ തോടുകളുടെ ആഴം കൂട്ടൽ എന്ന പദ്ധതി നടപ്പാക്കി. എൻ്റെ വാർഡിൽ തന്നെ പട്ടാണങ്കരി ഭാഗത്ത് 10 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി അവിടെ നികന്നു കിടന്ന ഒരു തോട് തുറന്നു കൊടുത്തുകൂടി വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാം ചെറു തോടുകളും കഴിഞ്ഞ വർഷവും ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഒരു 30 ലക്ഷം രൂപയോളം തോടുകൾ ആഴം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായി ഇപ്പം ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച പഴുക്കാന്നല കായൽ ശുചീകരണം, ആ പദ്ധതി പ്രാവർത്തികമായാൽ പഴുക്കാന്നല കായലിലേക്കാണ് മീനച്ചിലാറും കോട്ടയം നിന്ന് കുടൂരാറും ഒന്ന് സംയോജിച്ച് ആ കായലിലേക്ക് ഒഴിയാണ് വേമ്പനാട്ട് കായലിലേക്ക് പോകുന്നത്. അത് മുഴുവൻ ഇപ്പം നികന്ന് പൂർണ്ണമായി കായലില്ലാതായിരിക്കുന്നു. അത് ശുചീകരിക്കാനുള്ള പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തിരുവാതിര പ്രളയത്തിന് വലിയ തോതിലുള്ള നിയന്ത്രണം ഉണ്ടാക്കാൻ, പ്രളയം ഉണ്ടാകും പക്ഷെ നിയന്ത്രണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇല്ലിക്കൽ കവലയിൽ നേരിടുന്ന ഗതാഗതക്കുരുക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവല, എല്ലാ ഭാഗത്തു നിന്നും വാഹനങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു കവലയായി മാറേണ്ട, എന്നാൽ ഗതാഗതക്കുരുക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമായി മാറി. ഈ ബസ് നിർത്തുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെ പരിഹരിക്കാനായി എന്തെങ്കിലും ഇടപെടലുകൾ പഞ്ചായത്ത് തലത്തിൽ ശ്രമിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ കേന്ദ്രമാണ് ഇപ്പോൾ ഇല്ലിക്കൽ കവല. പഞ്ചായത്തിലേക്ക് ഇതിൻ്റെ പ്രവേശന കവാടമാണ്. വളരെ വേഗം അവിടെ ഒരു വ്യാപാര കേന്ദ്രമായി വളർന്നു വന്നു. അതിനനുസരിച്ച് അവിടെ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് ഭൂമിയുടെ ഒരു ലഭ്യത പ്രശ്നമാണ്. അവിടെ പ്രധാനമായി നമുക്ക് വേണ്ടത് ഒരു ബസ് ബേ ഉണ്ടാകുക. ബസ് ബേക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഞാൻ വന്ന വർഷം മുതൽ പദ്ധതി വെച്ചിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി. പക്ഷേ ബസ് ബേക്ക് നമ്മൾ കണ്ടെത്തുന്ന സ്ഥലത്ത് ആരും തന്നെ ഭൂമി വിട്ടുതരാൻ തയ്യാറില്ല. കാരണം വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം എന്നുള്ളത് ഭൂമിയുടെ വില അവിടെ നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതൽ ഓഫർ ചെയ്താൽ പോലും ഇപ്പം ഭൂമി ആരും വിട്ടുതരാൻ തയ്യാറില്ല. ഇപ്പം എന്തായാലും അതിനകത്ത് ഒരു പുരോഗതി വരുന്നത്, കോട്ടയം കുമരകം റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് കിഫ്ബി പദ്ധതിയിൽ 108 കോടി രൂപയുടെ ഒരു പദ്ധതി ഇപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ച് ഇപ്പോൾ അതിൻ്റെ അതിർത്തി നിർണ്ണയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 14 മീറ്ററോളം വീതിയിലാണ് ഇപ്പോൾ റോഡ്. ആദ്യം 18 മീറ്റർ ഡിസൈൻ ചെയ്തു. ചില പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്ന് ആളുകളുടെ ചിലത് ഇപ്പോൾ 14 മീറ്റർ റോഡ് വരുമ്പോൾ ഇന്ന് കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി രീതിയിലൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇല്ലിക്കൽ കവല അല്പം കൂടെ ചെങ്ങളം പ്രദേശത്തേക്ക് വളരാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. ആ ഒരു ഘട്ടം എത്തിയാൽ അവിടെ ഒരു ബസ് ബേക്ക് വേണ്ടിയുള്ള സ്ഥിതി ഉണ്ടാവണം. അത് തിരുവാർപ്പിലേക്കും കുമരകത്തേക്കും തിരിയുന്ന ഒരു ജംഗ്ഷൻ എന്നുള്ള രൂപത്തിൽ ഗതാഗതക്കുരുക്കിൻ്റെ പ്രശ്നമുണ്ട്. ഈ പ്രധാനപ്പെട്ട ഇടങ്ങളൊന്നും ഭൂമി ലഭിക്കുന്നില്ല എന്നുള്ളത് ഗൗരവമായൊരു പ്രശ്നമാണ്. ഭൂമി ഏറ്റെടുക്കാനും കഴിയുന്ന ഒരു സ്ഥിതി ഇപ്പോൾ അവിടെ ഇല്ല. അതാണ്. പിന്നെ ഒരിക്കൽ അവിടെ ഈ പഞ്ചായത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നത് ചെയ്ത് അവിടെയുള്ള മുഴുവൻ വഴിയോര കച്ചവടങ്ങളും പൂർണ്ണമായി ഒഴിവാക്കി എല്ലാ കച്ചവടം അവർ എടുത്തു മാറ്റിയിരുന്നു. പക്ഷെ അത് നമുക്കറിയാമല്ലോ, നാട്ടിലുണ്ടാകുന്ന ചില പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും എല്ലാം രൂപപ്പെട്ടു വന്ന സാഹചര്യത്തിൽ വീണ്ടും കുറേയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റേതായതുണ്ട്. ഗതാഗതക്കുരുക്ക് ഒഴുക്കുക എന്നുള്ള നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. തിരുവാർപ്പിൻ്റെ പ്രവേശന കവാടമാണ് ഇല്ലിക്കൽ എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എങ്കിലും ഭാവിയിൽ അത് പഞ്ചായത്തിന് മാത്രമായി ചെയ്യാൻ കഴിയില്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടെ പിന്തുണയോടുകൂടി അത് നടപ്പാക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വ്യക്തിപരമായിട്ടൊരു കാര്യം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് സജീവമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തുന്നത്. ആദ്യം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. അത് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്, കുടുംബപരമായ ഇതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതെന്നൊക്കെ തന്നെ. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ബാലിശമായ ചോദ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് ഈ നാട്ടിൽ ഞാൻ സർക്കാർ സർവീസിലേക്ക് വരുന്നതിന് മുമ്പ് 1980 മുതൽ 88 വരെയുള്ള കാലം ഞാൻ ഈ നാട്ടിലെ പൊതുപ്രവർത്തകനായിരുന്നു. തിരുവാർപ്പ് വില്ലേജ് യൂത്ത് ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ആദ്യത്തിൻ്റെ ഒരു ജനാധിപത്യ യുവജന ഫെഡറേഷൻ്റെ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്നു. ഇന്ന് തിരുവാർപ്പ് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയായിരുന്നു. 8 വർഷക്കാലത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ അനുഭവം ഉള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ CPM-ൻ്റെ ഒരു നേതാവായിരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ രംഗത്ത് വന്നില്ല. ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രവർത്തനം 88-ലാണ് ഞാൻ സർക്കാർ സർവീസിൽ വരുന്നത്. 88-ൽ സർക്കാർ സർവീസ് വന്നൊരു സർവീസ് സംഘടനയുടെ പ്രവർത്തകനായി
അതിൻ്റെ ചുമതലയിലേക്ക് വന്നു. സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ചുമതലകൾ വഹിച്ച് ഉണ്ടായിരുന്നു. സർക്കാർ ജീവനക്കാരുടെ അഖിലേന്ത്യാ സംഘടനയായിരുന്ന അഖിലേന്ത്യാ സംഘടനയുണ്ട്, ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ മുഖപത്രമായ കേരള സർവീസിൽ എഡിറ്ററായിട്ട് ഞാൻ 5 വർഷം പ്രവർത്തിച്ചു. അഖിലേന്ത്യാ സംഘടനയുടെ മുഖപത്രമായ എംപ്ലോയീസ് ഫോർ, അത് ഇംഗ്ലീഷിലാണ്, അതിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10-30 കൊല്ലക്കാലം സിവിൽ സർവീസിൻ്റെ ഭാഗമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കുടുംബ പശ്ചാത്തലത്തിൻ്റെ മാത്രം, ഇപ്പം അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമായി പോയി എന്നുള്ളതുകൊണ്ട് മക്കൾക്ക് വന്നുകൂടാന്നില്ല. അച്ഛൻ്റെ ഏതെങ്കിലും പ്രത്യേക പരിഗണന, അച്ഛൻ്റെ ഒരു വലിയ മാർഗദർശിയാണ്. അച്ഛനാണ് എൻ്റെ മാർഗദർശി, എൻ്റെ ഗുരുവാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഞാനും ആ അതിൽ സിവിൽ സർവീസിൻ്റെ ഭാഗമായി തന്നെ 30 വർഷക്കാലം പ്രവർത്തിച്ച അനുഭവ സമ്പത്തും എല്ലാം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ നിന്ന് വന്ന ഉടനെ ഈ നാട്ടിലെ ജനങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഒന്ന് വോട്ട് ചെയ്ത് ജയിപ്പിക്കരുത്. ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് ജയിച്ചതുകൊണ്ടാണ് പ്രസിഡന്റായത്. ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നേരത്തേതിനേക്കാൾ വലിയ വെല്ലുവിളികൾ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് BJP-യുടെ വളർച്ച. തിരുവാർപ്പ് പഞ്ചായത്തിൽ തീർത്തും സജീവ സാന്നിധ്യമല്ലായിരുന്ന ഒരു പാർട്ടിയാണ് BJP. പക്ഷേ ഇപ്പോൾ കുറച്ച് ശക്തമായിട്ട് വരുന്നുണ്ട്. CPM-ന് വെല്ലുവിളിയായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ആണ് BJP-ക്ക് ആദ്യമായിട്ടല്ല, അതിനു മുമ്പ് 2009 ഒരു സീറ്റ് കിട്ടിയിരുന്നു. കഴിഞ്ഞ ഭരണസഭയിൽ BJP-ക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ BJP-യുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഒരു സീറ്റ് പോലും BJP-ക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഇന്ന് തിരുവാർപ്പില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ആ വാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. BJP-ക്ക് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഒരു വളർച്ച ഉണ്ടാകുന്നത് കാരണം ഒരു മതനിരപേക്ഷ ബോധമുള്ള നാടാണ് തിരുവാർപ്പ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങൾക്ക് മതവിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഹവർത്തിത്വത്തോടെ ജനങ്ങൾ ജീവിക്കുന്ന ഒരു മതനിരപേക്ഷ ബോധമുള്ള പുരോഗമന മൂല്യങ്ങളുള്ള ഒരു നാടാണ് തിരുവാർപ്പ്. അങ്ങനെ ഒരു സാംസ്കാരികമായ ബോധമുണ്ട്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം നടന്നു. ശ്രീനാരായണ ഗുരു, മഹാത്മജി തുടങ്ങിയ ദേശീയ നേതൃത്വം തന്നെ ഈ നാട്ടിൽ വരികയും അതിൻ്റെയൊക്കെ ഒരു വലിയ സാംസ്കാരിക ഒസ്തിത്വത്തിൽ നാടുകളിലുണ്ട്. ജനങ്ങളെ ജാതീയമായും മതപരമായി ഭിന്നിപ്പിക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. അതുകൊണ്ട് അതൊരു ഭീഷണിയായി തിരുവാർപ്പിലുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. മറ്റൊന്ന്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി സർക്കാർ വിപുലമായി നടപ്പാക്കി. നമ്മുടെ തിരുവാർപ്പ് പഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? എത്ര കുടുംബത്തെ ഇക്കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു? ഏതൊക്കെ തരത്തിൽ ചെയ്തു? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയ പഞ്ചായത്താണ്. വളരെ വിപുലമായ സർവേ നമ്മൾ നടത്തിയിരുന്നു. 2021 ജൂലൈ മാസത്തിലാണ് ആരംഭിച്ചത്. കുടുംബശ്രീ പ്രവർത്തന നേതൃത്വത്തിൽ ആദ്യഘട്ട സർവേ നടത്തി. ആ സർവേയിൽ കണ്ടെത്തിയ കുടുംബങ്ങളെ സംബന്ധിച്ച് വീണ്ടും ഗവൺമെന്റ് തലത്തിലുള്ള 3 തലത്തിൽ പരിശോധന നടത്തി ഉണ്ടായതിൽ 13 കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. അതിദാരിദ്ര്യം എന്ന നിർവചനത്തിൽ ഗവൺമെന്റ് പറഞ്ഞ മാനദണ്ഡ പ്രകാരം 13 കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. ആ 13 കുടുംബങ്ങളുടെയും ലിസ്റ്റ് എല്ലാ വാർഡുകളുടെയും ഗ്രാമസഭകളിൽ അവതരിപ്പിച്ചു. ഇനി ഏതെങ്കിലും ഉൾപ്പെടാനുണ്ടോ, ഇതിലാരെങ്കിലും അനർഹരുണ്ടോ തുടങ്ങിയ പരിശോധന നടത്തി ഗ്രാമസഭ ലിസ്റ്റ് അംഗീകരിച്ച് ആ ലിസ്റ്റ് ഭരണസമിതി അംഗീകരിച്ചതിന് ശേഷമാണ് ഈ ഓരോ കുടുംബത്തിനും വിപുലമായ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി. ആ മൈക്രോ പ്ലാൻ ഓരോ കുടുംബത്തിനും എന്തൊക്കെയാണ് ആവശ്യകത എന്ന് സർവേയിൽ കണ്ടെത്തിയിരുന്നു. അവരുമായി അതിന് ശേഷം പോയി സംസാരിച്ചതിന് ശേഷം അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഓരോ കുടുംബത്തിനും ഓരോ മൈക്രോ പ്ലാൻ. ആ മൈക്രോ പ്ലാനിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കി. അതിൽ 2 കുടുംബത്തിന് ഞങ്ങൾക്ക് വീടില്ല എന്നുള്ളതായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന് നമ്മുടെ കുമ്മനത്തിലാണ്, ഒന്ന് നമ്മുടെ ചെങ്ങളത്തിലാണ്. ഈ 2 കുടുംബങ്ങൾക്കും ലൈഫ് ഭവന പദ്ധതിയിൽ ഉപയോഗപ്പെടുത്തി വീട് നിർമ്മിച്ചു കൊടുത്തു. കോട്ടയം ജില്ലയിൽ അതിദാരിദ്ര്യ കുടുംബങ്ങൾ വീട് വേണ്ടതിൽ ആദ്യം വീട് നിർമ്മിച്ച പഞ്ചായത്ത് തിരുവാർപ്പ്. മറ്റ് കുടുംബങ്ങൾ എല്ലാവർക്കും വേണ്ടിയിരുന്ന ഭക്ഷണമാണ്. ഭക്ഷണം സ്വന്തമായി അധ്വാനിച്ച് ഉപജീവനം കഴിക്കാൻ കഴിയില്ലാത്ത ആളുകളാണുള്ളത്. ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ്. ആ ഭക്ഷണം ഇപ്പോഴും കൃത്യമായി സിവിൽ സപ്ലൈസ് മുഖേന എല്ലാ മാസവും ഇവരുടെ വീടുകളിൽ ഇപ്പോൾ എത്തിച്ചു കൊടുക്കും. മറ്റൊന്ന് അവരുടെ ആരോഗ്യ പരിരക്ഷ. ഒരു ആശുപത്രിയിലേക്കൊന്നും വരുന്ന ആളുകളായിരുന്നില്ല. എല്ലാ മാസവും കൃത്യമായി പാലിയേറ്റീവ് നഴ്സോടെ പോകുന്നുണ്ട്, പരിശോധന നടത്തുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഡോക്ടറുടെ സേവനം ആവശ്യം വന്നാൽ കൃത്യമായി നമ്മുടെ ആരോഗ്യ ജീവനക്കാർ എല്ലാ മാസവും പോയി പരിശോധന നടത്തി ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പം അതിൽ ഏകാംഗ കുടുംബങ്ങളായിരുന്ന 3 പേരും മരണപ്പെട്ടു പോയി. അത്തരം ജീവിതാവസ്ഥയിലാണ്. ബാക്കിയുള്ള ആളുകൾക്ക് ഇപ്പോഴും സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബം ആവശ്യപ്പെട്ടത്, അത് കുമ്മനത്തിൽ തന്നെ ഒരു കുടുംബം ആവശ്യപ്പെട്ടത്, അവർക്ക് ഒരു ഉപജീവനത്തിൻ്റെ മാർഗം ഉണ്ടാവണം. തയ്യൽ അറിയാവുന്നതാണ് അവിടുത്തെ വീട്ടമ്മ.
ഒരു തയ്യൽ മെഷീൻ കിട്ടിയാൽ എൻ്റെ അതിദാരിദ്ര്യ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞു. അതുവരെ മാത്രം ഭക്ഷണം മതി എന്ന് പറഞ്ഞു. അവർക്കൊരു തയ്യൽ മെഷീൻ ആ, എത്തിച്ചു കൊടുത്തു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവർ ആ പട്ടികയിൽ നിന്ന് അവർ ഒഴിവായി. അവർക്കിപ്പം മറ്റു ഭക്ഷണം വേണ്ടാന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഉപജീവനം നടത്തി തയ്യലുണ്ട്, അങ്ങനെ ജീവിക്കുന്നതാണ്. കുറേ ആളുകൾ ഇപ്പോഴും ഇപ്പം നമ്മുടെ 13-ാം വാർഡിൽ അങ്ങേയറ്റത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അവർ ആ പെഴുക്കാന്നര കായലിൻ്റെ തീരത്ത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവർക്ക് റേഷൻ കാർഡ് ഇല്ലായിരുന്നു, ആധാർ കാർഡ് ഇല്ലായിരുന്നു, പെൻഷനില്ല. 74 വയസ്സായിട്ടും പെൻഷനില്ല, ഈ രേഖകളൊന്നുമില്ല. ഈ പ്രക്രിയയുടെ ഭാഗമായി അവർക്ക് റേഷൻ കാർഡ് കൊടുത്തു, ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഇപ്പോൾ പെൻഷനും കൃത്യമായി കൊടുക്കും, എല്ലാ മാസവും പെൻഷൻ. ഈ പ്രക്രിയ വന്നപ്പോഴാണ് അവരുടെ പേരിപ്പം നമ്മൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പേര് വെളിപ്പെടുത്തുന്നത്. ഇപ്പോഴും കൃത്യമായി പരിശോധന നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇപ്പം നമ്മുടെ കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിൽ നിന്ന് ജയിച്ച ഒരു വാർഡിലാണ് നമ്മൾ. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും ഈ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് പ്രധാനമായിട്ടുള്ളത്. അടുത്ത തവണ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാറായിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. വ്യക്തിപരമായ തീരുമാനങ്ങൾ ഇതിനകത്തില്ല. വ്യക്തിപരമായി നമ്മുടെ ആഗ്രഹങ്ങളോ ഇഷ്ടാനിഷ്ടങ്ങളല്ലല്ലോ പൊതുമണ്ഡലത്തിലെ പ്രവർത്തനം. വ്യക്തിപരമായി അങ്ങനെ ആഗ്രഹമില്ല. കാരണം ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാർട്ടി തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. വാർഡിലെ വികസനം തിരുവാർ പഞ്ചായത്തിലെ ഏറ്റവും അവികസിതവും ഏറ്റവും വലുതുമായൊരു വാർഡാണ് 14-ാം വാർഡ്. അവികസിതമായ ആകാൻ കാരണം ഒന്ന്, പാടശേഖരങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വഴികൾ, പാടശേഖരത്തിൻ്റെ പുറമണ്ടുകൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ അവികസിതമായ വാർഡ് എന്ന രൂപത്തിൽ കൂടുതൽ പരിഗണന ആ വാർഡിന് കൊടുക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതി തയ്യാറായി. അതിൻ്റെ ഭാഗമായി 6 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ നടത്താൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട VN വാസവൻ MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഈ MLA ഫണ്ടിൽ നിന്ന് മാത്രം അവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരുവാർപ്പിൽ നിന്നും കുമരകത്തേക്കൊരു റോഡ് പുതുതായി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചെറിയ കാര്യം. തിരുവാർപ്പ് നിവാസികൾക്ക് കുമരകത്ത് വെളിയം പോലുള്ള ഭാഗത്തെത്തണമെങ്കിൽ ഇല്ലിക്കൽ കവല വഴി കണ്ണാടിച്ചാല് വരെ വരണമെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ 3 മിനിറ്റ് കൊണ്ട് വെളിയെത്തെത്താൻ കഴിയും. കുമരകം നിവാസികൾ ഇപ്പോൾ ഈ റോഡിനാണ് ആശ്രയിക്കുന്നത്. അത് കുട്ടനാട് പാക്കേജിന്റെ സാധ്യത ഉപയോഗപ്പെടുന്ന 50 ലക്ഷം രൂപയ്ക്ക് അവിടെ ഒരു പട്ടാണങ്കരി പാലം നിർമ്മിച്ചു. 40 ലക്ഷം രൂപയ്ക്ക് മീഞ്ചിറ മുതൽ പട്ടാണങ്കരി വലിയ ഒരു MLA ഫണ്ട് ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ വളരെ നമ്മുടെ MN ബ്ലോക്ക് പാടശേഖരത്തിന്റെ സൈഡിലുള്ള റോഡ് വഴി വളരെ മനോഹരമായി റോഡ് നിർമ്മിച്ച് ആളുകൾക്ക് ഇപ്പം നല്ല യാത്രാ സൗകര്യം എടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വരുമ്പോൾ ഏറ്റവും തലവേദനയായി ജനങ്ങൾ ആവശ്യപ്പെട്ടത്, ജനങ്ങളുടെ ഒരു ദീർഘകാലത്തെ ആവശ്യമായിരുന്ന വെട്ടിക്കാട് റോഡ്. നവമാധ്യമങ്ങളിലും ഓൺലൈൻ ചാനലിലൊക്കെ വളരെ മോശമായി ഞങ്ങളെ ആക്ഷേപിച്ച ഒരു പ്രശ്നമായിരുന്നു. ആ റോഡിന്റെ പ്രശ്നം പരിഹരിക്കുകയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന 1 കോടി രൂപ അനുവദിച്ച് ആ റോഡ് മനോഹരമായ റോഡ് നിർമ്മിച്ചു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി അത് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റൊന്ന്, അവിടുത്തെ മറ്റ് റോഡുകളില്ല, അത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിലെ ഫണ്ട് ഉപയോഗിച്ച്, പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ, ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 75 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ റോഡ് കോൺക്രീറ്റ് ആക്കുന്ന ജോലികൾ ചെയ്തിട്ടുണ്ട്. പശ്ചാത്തല വികസനത്തിൽ കഴിഞ്ഞ ഗ്രാമസഭ ഇനി ഏതെങ്കിലും റോഡ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റോഡുകളുടെ പേരുകളൊന്നും ലഭിക്കാത്ത സ്ഥിതിയിലേക്ക് ആ വാർഡിലെ റോഡുകളുടെ പ്രവർത്തനം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് പിന്നെ അവിടുത്തെ പാടശേഖരങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു പാടശേഖരമാണ് MM ബ്ലോക്ക് പാടശേഖരം. 1,08,00,000 രൂപ കുട്ടനാട് പാക്കേജിൽ നിന്ന് ഉപയോഗപ്പെടുത്തി പുറമണ്ട് സംരക്ഷണത്തിനുള്ള പ്രവൃത്തി നടത്തി. പുതിയൊരു പാടശേഖരത്തിന് 50 ലക്ഷം രൂപ പുതിയ മോട്ടോർ പമ്പ് സെറ്റ്, അതുപോലെ തന്നെ അവിടെ പുതിയ മോട്ടോർ പുര, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. വരമ്പിനകം പാടശേഖരത്തിന് 38 ലക്ഷം രൂപ മോട്ടോർ തറയും വാച്ചാല് സംരക്ഷണവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ കൃഷിയുടെ മേഖലയിലും കുറേയേറെ പ്രവർത്തനം നടത്തി. മൊത്തം കണക്കൂട്ടിയെടുത്തപ്പോൾ ഏകദേശം 6 കോടി രൂപയ്ക്ക് മേൽ തുക ആ വാർഡിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇത്രയും കൂടുതൽ തുക ഒരു വാർഡിൽ ചെലവഴിച്ചത് തിരുവാർ പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മുൻകാലങ്ങളെക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കണമെന്ന് ഭരണസമിതി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സ്ട്രീറ്റ് ലൈൻ എക്സ്റ്റൻഷന്റെ കാര്യത്തിൽ എല്ലാ വാർഡിലും സ്ട്രീറ്റ് ലൈൻ എക്സ്റ്റൻഷൻ നടത്താം. 18 വാർഡിൽ ഓരോ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന KV ബിന്ദുവിന്റെ ഫണ്ടിൽ 18 ലക്ഷം രൂപ അനുവദിച്ചപ്പം ഓരോ വാർഡിലും ഓരോ ലക്ഷം രൂപ കൊടുത്തു. പിന്നെ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചു 18 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ വാർഡിലെയും മെമ്പർമാർ അവരുടെ കിട്ടുന്ന ഇപ്പം 100% നികുതി പിരിക്കുന്ന മെമ്പർമാർക്ക് 50,000 രൂപ പഞ്ചായത്തിന് ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ടായിരുന്നു തനത് ഫണ്ടിൽ. അത് ഉപയോഗപ്പെടുത്തിയ മെമ്പർമാരുണ്ട്. അങ്ങനെ എല്ലാ വാർഡിലും വികസനം എത്തിച്ചിട്ടുണ്ട്. അല്പം കൂടുതൽ വികസനം ഈ വാർഡിൽ നേരത്തെ
അവികസിതമായിരുന്നു എന്നുള്ളതുകൊണ്ട് നടത്താൻ കഴിഞ്ഞില്ല. അവസാനമായിട്ടൊരു ചോദ്യം കൂടി, അതായത് ഇനിയൊരു ഭരണസമിതി കൂടി ഇടതുപക്ഷത്തിൻ്റെത് വന്നാൽ എന്താണ് വലിയ പ്രൊജക്റ്റൊക്കെ ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്? നിലവിലുള്ള ഭരണസമിതി തുടങ്ങി വെച്ച കാര്യങ്ങൾക്ക് തുടർച്ച ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ വയോജന സംരക്ഷണം, ഭിന്നശേഷി മേഖല, സ്ത്രീകളുടെ മേഖല, ഈ മേഖലകളിലൊക്കെ തന്നെ തുടർച്ച ഉണ്ടാവണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇനി തിരുവാർപ്പിന് പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾ വേണം. കാരണം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആശ്രയം. അതിൽ കേന്ദ്ര സർക്കാർ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പുതിയ നിബന്ധനകൾ മൂലം ഈ തൊഴിൽ അധികം മുന്നോട്ട് പോകുന്ന കഴിയും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയ പഞ്ചായത്താണ്. കൃഷിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഞാനത് നിങ്ങൾ ചോദിച്ചു വന്നില്ലേ, ഞാൻ പറയണം. കേരഗ്രാമം എന്ന പദ്ധതി, കേരഗ്രാമം എന്ന പദ്ധതിയിൽ കുറ്റ്യാടിയിൽ നിന്നും അത്യുൽപാദന ശേഷിയുള്ള വിത്തുതേങ്ങകൾ സംഭരിച്ച് നഴ്സറി പാകി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വീട്ടിൽ ഒരു തെങ്ങിൻ തൈ സൗജന്യമായി കൊണ്ടുവച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കി. കഴിഞ്ഞ 3 വർഷമായി എല്ലാ വീട്ടിലും, ഇപ്പോൾ തിരുവാർ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ പഞ്ചായത്ത് കൊണ്ടുവച്ച 3 തെങ്ങിൻ തൈ കാണാൻ കഴിയും. ഇതൊരു വലിയ പദ്ധതിയാണ്. ഇപ്പോൾ ഈ വർഷവും നഴ്സറി തയ്യാറാക്കുന്നത്. പുതിയ നിബന്ധന പ്രകാരം ആ നഴ്സറി നടക്കുന്ന ഒരു ഉറപ്പില്ല. തിരുവാർപ്പിൽ ആദ്യമായി ബന്ദിക്കൃഷി നടത്തും. ഓണക്കാലത്ത് ബന്ദിപ്പൂ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച പഞ്ചായത്താണ്. JLG ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടപ്പാക്കാം. മുളക് ഗ്രാമം എന്നൊരു പദ്ധതി തിരുവാർപ്പിൽ, അതൊരു വലിയ ആശയമാണ്. ഒരു തദ്ദേശ സ്വയംഭരണം ഒരു പ്രോഡക്റ്റ് എന്ന ഒരു വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് ആശയത്തിൽ നമ്മൾ തിരുവാർപ്പ് ചില്ലീസ് എന്ന പേരിൽ മുളക് പൊടി ഉൽപ്പാദിപ്പിക്കണമെന്നാണ് ആലോചിച്ചത്. അതിനുവേണ്ടി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തരിശു നില ഭൂമി കണ്ടെത്തി അവിടെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അത്യുൽപാദന ശേഷിയുള്ള മുളക് തൈകൾ കൊടുത്ത് ആ മുളക് പറിച്ച് അത് ഉണക്കി ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി മുളക് പൊടിയായി മായം ചേരാത്ത മുളക് പൊടി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത്. അതാണ് തിരുവാർപ്പ് ചില്ലീസ്. അതിന്റെ തുടക്കമായി കഴിഞ്ഞ വർഷം മുളക് ഗ്രാമം പദ്ധതി വെച്ചു. നല്ല രീതിയിൽ മുളക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ആദ്യഘട്ടം നന്നായി നടത്താൻ കഴിയും. പറിച്ച മുളക് പ്രാദേശികമായി തന്നെ വിറ്റഴിയുന്ന സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് ഉണക്കി മുളക് പൊടി ആക്കേണ്ടി വന്നില്ല. ഈ വർഷം ആ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ തുടങ്ങി വെച്ച കുറേയേറെ പദ്ധതികളുണ്ട്, കുറേയേറെ സാധ്യതകളുണ്ട്. കഴിഞ്ഞ വർഷം കൊണ്ട് പഞ്ചായത്തിന് പ്ലാൻ ഫണ്ട് നമ്മുടെ പഞ്ചായത്തിലെ റോഡുകൾ മറ്റ് പശ്ചാത്തല വികസനത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇനി ആ പശ്ചാത്തല വികസനത്തിൽ കാര്യമായ പണം പുതിയ ഭരണസമിതിക്ക് ഇവിടെ ചെലവഴിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് പ്ലാൻ ഫണ്ട്, ഗവൺമെന്റിൽ നിന്ന് പ്ലാൻ ഫണ്ടായാലും തനത് ഫണ്ടായാലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ സാധ്യതകൾ, അതിൽ ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം തിരുവാർപ്പിലെ നെൽകൃഷിയാണ് പ്രധാനപ്പെട്ട ഉപജീവനമാർഗം. നിലവിലുള്ള നെൽകൃഷി മേഖലകളെ ഒരുപ്പുവാണ് നമ്മുടെ പഞ്ചായത്തിൽ വളരെ ചുരുങ്ങി, ഏകദേശം ഒരു 100 ഹെക്ടർ മാത്രമാണ് ഇരിപ്പൂ ചെയ്യാൻ കഴിയുന്നത്. ബാക്കിയെല്ലാം ഒരുപ്പ് കൃഷിയാണ്. അപ്പോൾ ഇരിപ്പൂ കൃഷിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വരുമാനം കൂടും, തൊഴിൽ സാധ്യതകൾ കൂടും, കാർഷികോൽപാദനം വർദ്ധിക്കും. നെൽകൃഷിയുടെ മാത്രമല്ല, ഇത് വെള്ളപ്പൊക്കത്തെ തടയാനുള്ള പ്രധാനപ്പെട്ട മാർഗം കൂടിയാണ്. ഈ പറവണ്ടുകൾ ഉയർത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് താമസിക്കുന്ന ഒരു വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം, അവിടെ ഹ്രസ്വകാലാടിസ്ഥാനത്തുള്ള വാഴയായാലും പച്ചക്കറി ആയാലും അപ്പം പഞ്ചായത്തിന്റെ പൊതുവായ കാർഷിക അവസ്ഥയിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഇടപെടലാണ് അതിൻ്റെ ഭാഗമായി. പ്രാദേശിക ടൂറിസം വികസനത്തിന് വലിയ സാധ്യതകളുണ്ട്. കുമരകത്ത് വന്ന വേമ്പനാട്ട് കായൽ മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കനാലുകൾ വലിയ ടൂറിസം പ്രോഡക്റ്റാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ഹോം സ്റ്റേകൾ പോലുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു തുടർച്ചയോടുകൂടി പുതിയൊരു തിരുവാർപ്പ്, ഒരു നവകേരളത്തിലേക്ക് കേരളം പോകുമ്പോൾ നവകേരളത്തിന് ഉതകുന്ന രീതിയിൽ. മറ്റൊന്ന്, അഭ്യസ്തവിദ്യരായ വീട്ടമ്മമാർ, നല്ല അഭ്യസ്തവിദ്യ വീട്ടമ്മമാർ, അവർക്കൊരു IT പാർക്ക് തിരുവാർപ്പ് നമുക്ക് സാധ്യമാകാൻ കഴിയും. ഇനിയും ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ പ്രധാനം ഒരു കളിക്കളം സ്വന്തമായി ഉണ്ടാക്കുക എന്നുള്ള ആവശ്യം ഇതുവരെ നടന്നിട്ടില്ല. 50 ലക്ഷം രൂപ ഈ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും സ്ഥലം ലഭ്യമായില്ല. നമ്മുടെ സമ്മതപത്രം ക്ഷണിച്ചിരുന്നു. 4-5 ആളുകളുടെ സമ്മതപത്രം ലഭ്യമായെങ്കിലും ബാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. അപ്പോൾ ഒന്നിലേറെ പ്രദേശങ്ങളിൽ ഒരു ഫുട്ബോൾ ടർഫ് അടക്കമുള്ള കാര്യങ്ങൾ യുവജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കണം. അങ്ങനെ ഒരു വിപുലമായ ആശയങ്ങളാണ് തുടർച്ചയായി ഞങ്ങൾക്ക് ഒരു ഭരണം ലഭ്യമായാൽ ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ പ്രസക്തിയില്ല. തുടർച്ചയായ ഈ നേട്ടങ്ങൾ, തുടർച്ചയായി 3 തവണ ജില്ലയിൽ ഒന്നാമതെത്തിയ ഒരു പഞ്ചായത്തിനെ എന്തിനാണ് നാട്ടിലെ ജനങ്ങൾ നിരാകരിക്കുക? അത് തുടർച്ച ഉണ്ടാകും എന്നുള്ള വിശ്വാസം പൂർണ്ണമായി ഞങ്ങൾക്കുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിനെ വലിയ ഉന്നതിയിലേക്ക് എത്തിച്ച, വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച
ബഹുമാനപ്പെട്ട അജയൻ കെ മേനോൻ ഞങ്ങളുടെ ചാനലിന് വേണ്ടി ചർച്ചയ്ക്ക് വന്നതിന് പ്രത്യേകം നന്ദിയും സന്തോഷം.